വാട്സ്ആപ്പ് ഗേസ് റോക്കേഴ്സ് ബ്ലോഗിൽ നിന്ന് നാസിമാണ്. നരിവേട്ട ടോവിനോ അഭിനയിച്ചിരിക്കുന്ന നരിവേട്ട തിയേറ്ററുകളിൽ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ ഈ ഒരു നരിവേട്ടയെ കുറിച്ച് പറയാൻ പോകുന്നത്. നരിവേട്ട എന്ന് പറയുന്ന ഈ ഒരു ഫിലിം കേരളത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുന്നത്. പൊളിറ്റിക്കൽ ഡ്രാമ അതിനെ ഒന്ന് കൊമേഴ്ഷ്യൽ ആയിട്ട് ഒരു ഫിലിമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം നമുക്ക് മുന്നിലേക്ക് ഇത് കാണിക്കാൻ പറ്റുമെന്ന് പല സന്ദർഭങ്ങളിലും നമുക്ക് തോന്നിപ്പോവും. അത്തരത്തിലുള്ള രീതിയിലാണ് ഈ ഒരു ഫിലിം എടുത്തു വെച്ചിരിക്കുന്നത്. 2003 എ.കെ. ആന്റണി ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തില് വയനാട്ടിലെ മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് ആദിവാസികൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ഒരു വെടിവെപ്പ്, ആ ഒരു പശ്ചാത്തലമാണ് ഈ ഒരു ഫിലിമിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലം കൊണ്ടുവരുമ്പോൾ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിയുമ്പോൾ പല രീതിയിലുള്ള വിമർശനങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫിലിം ആയിട്ടാണ് എനിക്ക് പേഴ്സണൽ തോന്നിയത്. ഈവൻ ടോവിനോ, സുരാജ്, ചേരൻ ഇവരുടെയൊക്കെ ഓരോ പെർഫോമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഫസ്റ്റ് ഹാഫ് പേഴ്സണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ലാഗ് ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേങ്കിൽ ഈ ഒരു ഫിലിം സെക്കൻഡ് ഹാഫിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ഹാഫിന്റെ ആവശ്യം ഇത്തരത്തിൽ കൊണ്ടുവരണം എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. നരിവേട്ട എന്ന് പറയുന്ന ഈ ഒരു ഫിലിം നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ ലാഗായിട്ട് ചെറുതായിട്ടെങ്കിലും ലാഗായിട്ട് നിങ്ങൾക്ക് തോന്നിയോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ഇടുക. ഒരു ത്രില്ലിംഗ് മൂഡിലേക്ക് ഈ ഒരു ഫിലിം നമ്മളെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന ഒരു ഓഡിയൻസിനെ അപേക്ഷിച്ചിരിക്കും. ഒരു ത്രില്ലർ ഫിലിം ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. പക്ഷേങ്കിൽ ഒരു പൊളിറ്റിക്കൽ കൊമേഴ്ഷ്യൽ ഡ്രാമ ആയിട്ടാണ് തോന്നിയത്. നരിവേട്ട എന്ന് പറയുന്ന ഈ ഒരു എന്റെ ടീമിനെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു പ്ലോട്ട് എടുത്തിട്ട് ഒരു ഫിലിം ആക്കുക എന്നുള്ളത് വളരെ വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. അതും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. മേക്കിംഗ്, ഷോട്ട്, ക്യാമറ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ചേരൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടോവിനോ, സുരാജ് എല്ലാവരും നല്ല രീതിയിലാണ് പെർഫോം ബേസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫിലിം ഹിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡീഗ്രേഡിങ് വരാൻ സാധ്യതയുള്ള ഒരു ഫിലിമാണ്. കാരണം പൊളിറ്റിക്കൽ ഭാഗത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡീഗ്രേഡിങ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ഫിലിം അല്ല. ഉറപ്പായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു ഫിലിം തന്നെയാണ് നരിവേട്ട എന്ന് പറയുന്നത്. ആവറേജിന് മുകളിലാണ് ഈ ഒരു ഫിലിമിന്റെ റേറ്റിംഗ് കൊടുക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കുന്നത്. നരിവേട്ട എന്ന് പറയുന്ന ഫിലിം നിങ്ങൾ കണ്ട ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതായാലും നരിവേട്ട എന്ന ഫിലിം എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക.